1964 ചട്ടപ്രകാരമുള്ള പട്ടയ നടപടികൾ തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കുമോ എന്ന് ഉടനറിയാം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അന്തിമ നടപടികളിലേക്ക് കടന്നു. കഴിഞ്ഞ 9-ന് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായി സർക്കാരിന്റെ നിലപാടും വ്യക്തമാക്കി. പട്ടയ വിലക്ക് ഏർപ്പെടുത്തി 2 വർഷം പിന്നിടുമ്പോഴാണ് കോടതിയിലെ വാദപ്രതിവാദങ്ങൾ അവസാനിച്ചത്. 2024 ജനുവരി 10-നാണ് 1964 ഭൂപതിവ് ചട്ടപ്രകാരമുള്ള പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തി ഹൈക്കോടതിയുടെ ഉത്തരവിറങ്ങിയത്. ചട്ടത്തിൽ 1971 കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ ചട്ടം 5, 7 എന്നിവയുടെ നിയമസാധുത ചോദ്യം ചെയ്താണ് കോടതി ഇത്തരമൊരു ഉത്തരവിറക്കിയത്. സർക്കാർ ഭൂമി കയ്യേറിയവർക്കും പട്ടയം നൽകാൻ അനുവദിക്കുന്നതാണ് ഈ വകുപ്പുകളെന്ന ഹർജിക്കാരായ പരിസ്ഥിതി സംഘടനകളുടെ വാദം അംഗീകരിച്ചാണ് 2-അംഗ ബെഞ്ച് ഇങ്ങനെയൊരു ഉത്തരവിറക്കിയത്. ഹൈക്കോടതി വിധി മറികടക്കുന്നതിൽ മെല്ലപ്പോക്ക് നയം സ്വീകരിച്ച സർക്കാർ ഏറെ വൈകിയാണ് കൗണ്ടർ ഫയൽ ചെയ്തത്. പതിവ് ചട്ടങ്ങൾ ലംഘിച്ച ചട്ടങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ടെന്ന വിവരം കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ കഴിയാത്തതാണ് കോടതിയിൽ നിന്ന് പ്രതികൂലമായി വിധിയുണ്ടാകാൻ കാരണമെന്ന് ആക്ഷേപമുയർന്നിരുന്നു. അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായി പട്ടയവിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിയെന്നാണ്. പട്ടയവിലക്ക് നീങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും ജില്ലയിൽ പട്ടയമേള നടത്തിയേക്കും. 1,00,000-ലധികം പേർ പട്ടയത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണെന്നാണ് വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞ ഒക്ടോബർ 31-ന് നടത്തിയ പട്ടയമേളയിൽ 554 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ.